വൈകുന്നേരമൊക്കെ ആയി ഫ്രണ്ട്സ്. ഇവിടെ നേരമൊക്കെ ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പം അമ്മ വന്നു, ചായയൊക്കെ ഇട്ട് തന്നു. ഇത് അവിടെ ഇട്ടിരിക്കുകയാണ്. ചായയൊക്കെ ഇട്ട് കൊണ്ട് വെച്ച് തന്നിരിക്കുകയാണ്. ചായ കുടിക്കണം. നല്ല തലവേദന ഉണ്ട്. അപ്പം ഗുളിക കഴിച്ചിട്ട് മാറ്റമില്ല. അപ്പം ചായ കുടിച്ചാലെങ്കിലും മാറുമെന്ന് നോക്കട്ടെ. ഇനി ഞാൻ വൈകുന്നേരം അങ്ങനെ വലിയൊരു നിർബന്ധമൊന്നുമില്ല. പക്ഷെ തലവേദന വന്നു കഴിഞ്ഞാൽ വിഷയമാണ്. അമ്മ എനിക്ക് പിന്നെ ആറ്റി തരുമോ? രാത്രി എന്തൊരു ചോറ് തന്നെ ഞാൻ ഒരു ചെറിയൊരു ചൂടിലേ കുടിക്കാറുള്ളൂ. ഒരുപാട് തണുത്തതും കുടിക്കില്ല, എന്നാൽ ഒരുപാട് ചൂട് അങ്ങനെയുള്ളതൊന്നും എനിക്ക് പറ്റില്ല. സാധാരണ ഒരാൾക്കുള്ള ചൂടൊന്നും എനിക്ക് ആ ഒരു ചൂടിലൊന്നും കുടിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഒരു നേരിയ ചൂട്, അത് നമുക്ക് മറ്റേത് നല്ല തണുത്ത് കഴിഞ്ഞാൽ കൊള്ളൂലല്ലോ. അപ്പൊ അനിയത്തിൽ അവിടെ താഴെ ഇരുന്ന് ചായയല്ല അവിടെ കുടിക്കുന്നത് പാലും ബിസ്ക്കറ്റും. ഹായ് പറ ആക്കിട്ടെ ഒരു ഹായ് പറ. ശരി 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 അറിയാനാ വിളിച്ചത്. കാര്യം വിളിച്ചെന്തോ അപ്പം ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഇതൊന്നുമില്ല. നമ്മളങ്ങനെ വൈകുന്നേരം അങ്ങനെ മിച്ചർ ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വല്ലപ്പോഴും ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഒരുപാട് ഓയിലായിട്ട് ഇതൊക്കെ ഓയിലായിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇത് ഇവിടെ പിന്നെ ബിസ്ക്കറ്റ് തിന്നാൻ കിട്ടിയില്ലെങ്കിലും ബിസ്ക്കറ്റ് കിട്ടണം, ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കിഷ്ടമില്ലാത്ത ബിസ്ക്കറ്റുകളെ വാങ്ങിക്കും. അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്ത ബിസ്ക്കറ്റുകൾ, എനിക്കിഷ്ടമില്ലാത്ത ലേസ്, ഞാൻ ലേസ് മാത്രമേ കഴിക്കൂ. ലേസും ബിങ്കോ ഒഴിച്ച് ബാക്കി മറ്റേ ടീറ്റോസും മറ്റേ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ കഴിക്കില്ല. അപ്പം അതൊക്കെയാണ് ആദ്യം പോയി വാങ്ങിക്കും. എന്നിട്ടേ ബാക്കി എൻ്റെ അടുത്ത് ചോദിക്കും വല്ലതും വേണോ. നമുക്ക് ഈ ബിസ്ക്കറ്റ്, എനിക്ക് ഈ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചായ കിട്ടിയ അത്രയും മതി. അങ്ങനെയാണ്. വൈകുന്നേരത്തെ ചായക്കടി എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പം ഇനി വേറെ ഒന്നുമല്ല, ഇനി രാത്രി ഒന്ന് കഴിക്കണം. കുറച്ച് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാതിരിക്കണ്. തലവേദന എടുത്ത് വയ്യ, മറ്റൊന്നിനെ ചെയ്യാന്നിരിക്കണം. അപ്പം ഞാൻ കുടിക്കട്ടെ, ചൂടാറി കഴിഞ്ഞപ്പോൾ.